നമ്മളെ നെക്സ്റ്റ് ചാപ്റ്ററാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ നമ്മളിപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ഉള്ളത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ എന്താണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ 3 സീരീസ് തന്നിട്ടുണ്ട്. സീരീസ് എ തന്നിട്ടുണ്ട്, സീരീസ് ബി തന്നിട്ടുണ്ട്, സീരീസ് സി തന്നിട്ടുണ്ട്. ഈ 3 എണ്ണത്തിൻ്റെയും ആവറേജ് സെയിം ആണ്. ഇതിൻ്റെ ആവറേജ് 20, ഇതിൻ്റെ ആവറേജ് 20, ഇതിൻ്റെ ആവറേജ് 20. അപ്പോൾ ഇതിൻ്റെയൊക്കെ 3 എണ്ണത്തിൻ്റെ ആവറേജ് സെയിം ആണ്. പക്ഷേ ഇത് 3 സീരീസും എൻ്റർലി ഡിഫറെൻ്റ് അല്ലേ? ഈ ഒരു സീരീസിൽ എല്ലാ വാല്യൂസും സെയിമാണ്. ഈ സീരീസിൽ 20 ആണ് ഡിഫറൻസ് എങ്കിലും 20നേക്കാൾ ചിലത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ? 2ഉം 20യും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 2ഉം 40യും 20യും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? അപ്പോൾ ആവറേജുമായിട്ട് നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഇനി ഇവിടെ അതേപോലെ 20 ആവറേജെങ്കിൽ ഇവിടെ 20 വരുന്നത് 20നോട് ഏകദേശം അടുത്തിട്ടാണ് വാല്യൂസ് കിടക്കുന്നത്. അപ്പോൾ 3ലും ഇത് ഇവിടെ ഇപ്പോൾ ഈ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അളക്കണത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള വാല്യൂസും ആവറേജും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് അല്ല, ആ ഡിഫറൻസിൻ്റെ ഒരു ആവറേജ് എന്ന് പറയാം. അത് എത്രത്തോളം ഡിഫർ ചെയ്യുന്നുണ്ട്, മറ്റുള്ള വാല്യൂസും ആവറേജും തമ്മിൽ എത്രത്തോളം ഡിഫർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ആവറേജിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയാം. അതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. ദ മെഷർ scattering of observations or items in a distribution about the average is called a measure of variation എന്ന് പറയും. measure of variation or measure of dispersion. അപ്പോൾ അതാണ് അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം. ദ മെഷർമെൻറ്റ് ഓഫ് സ്കാറ്ററിങ് ഓഫ് ഒബ്സർവേഷൻസ്. ഞാൻ അണ്ടർലൈൻ ചെയ്യുമ്പോൾ ആ വരി മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്, പക്ഷേ അതാണ് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്കവിടെ നോട്ട് ചെയ്യേണ്ടത്. ദ മെഷേഴ്സ് ഓഫ്, ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ദ മെഷേഴ്സ് ഓഫ്, ഈ ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ കാര്യം, അതായത് ദ മെഷർമെൻറ്റ് ഓഫ് ദി സ്കാറ്ററിങ് ഓഫ് ഒബ്സർവേഷൻസ്, അതായത് ഈ ഒബ്സർവേഷൻസ് എത്രത്തോളം സ്കാറ്റർ ചെയ്ത് പോകുന്നുണ്ട് എബൌട്ട് ദി ആവറേജ്, ആവറേജിൽ നിന്ന്, ഈസ് കോൾഡ് എ മെഷർ ഓഫ് വേരിയേഷൻ ഓർ ഡിസ്പേർഷൻ. അതാണ് മെഷർ ഓഫ് വേരിയേഷൻ ഓർ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. കാര്യമായിട്ട് അതിലുള്ള ഇത് ഇറങ്ങുന്നത് ഇനി നിങ്ങൾ ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ബൈ ഡിസ്പേർഷൻ വി മീൻ സ്പ്രെഡിങ് ഓർ സ്കാറ്റേർഡ്നെസ് ഓർ വേരിയേഷൻ. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ എബോവ് എക്സാമ്പിൾ ദാറ്റ് ഡിസ്പേർഷൻ മെഷേഴ്സ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഐറ്റംസ് വാരി ഫ്രം സം സെൻട്രൽ വാല്യൂ. സം സെൻട്രൽ വാല്യൂ നിന്ന് എത്രത്തോളം അത് മാറുന്നു. സിൻസ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഗീവ് ആൻ ആവറേജ് ഓഫ് ദ ഡിഫറൻസ് ഓഫ് വേരിയസ് ഐറ്റംസ് ഫ്രം ആൻ ആവറേജ്. നമ്മൾ ആവറേജിൽ നിന്ന് എത്രത്തോളം ഡിഫറൻസ് വരുന്നു അതിൻ്റെ ആവറേജാണ് ശരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഇതിലൂടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്താ പറയുക, സെക്കൻഡ് ആവറേജസ് ഓഫ് സെക്കൻഡ് ഓർഡർ എന്ന് പറയും. ആവറേജസ് ഓഫ് സെക്കൻഡ് ഓർഡർ എന്ന് പറയും. പിന്നെ ഇതിൻ്റെ കുറേ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് വായിച്ചാൽ മതി. അതൊക്കെ കൂടി നമ്മൾ വീഡിയോ ആകുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. ഇനി നമുക്ക് മെത്തേഡ്സ് എന്തൊക്കെയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും അതൊക്കെ അളക്കാനുള്ള അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോമൺലി യൂസ് ചെയ്യുന്ന മെഷേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ റേഞ്ച്, സെക്കൻഡ് വൺ ക്വാർട്ടൈൽ ഡീവിയേഷൻ, തേർഡ് മീൻ ഡീവിയേഷൻ, 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഈ 4 നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉള്ളത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ പറഞ്ഞില്ലേ, മീൻ, മീഡിയൻ, മോഡ്, പിന്നെ പൊസിഷണലായിട്ടുള്ളത് ക്വാർട്ടൈൽസും നമ്മൾ പഠിച്ചു. അതുപോലെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ വരുന്നത് ആർക്കാണ്? റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, അബ്സല്യൂട്ട് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് തമ്മിലുള്ള ആ ഡിസ്പേർഷനെയാണ് അതിനുള്ളൊരു വേരിയേഷന്. ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്, അതിൻ്റെ ആവറേജ് എടുക്കുക, അതിൻ്റെ ആവറേജും മറ്റുള്ള വാല്യൂസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എത്രയാണോ, അങ്ങനെയുള്ള ഡിഫറൻസ് എത്രയാണോ എന്നുള്ളതല്ല, നമ്മൾ അതിൻ്റെ ഒരു ആവറേജ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് കാണുന്നതിനെയാണ് നമ്മൾ അതിൻ്റെ അബ്സല്യൂട്ട് ഡിസ്പേർഷൻ എന്ന് പറയുക. റിലേറ്റീവ് ഡിസ്പേർഷൻ റിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യില്ലേ, 2 സെറ്റ് ഉണ്ടാവും, നമുക്ക് 2ഓ അതിൽ കൂടുതലോ സെറ്റുകൾ ഉണ്ടാവും, അത് തമ്മിൽ കമ്പയർ ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റിലേറ്റീവ് ഡിസ്പേർഷൻ എന്ന് പറയാം. അതത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്താണ് റേഞ്ച് നോക്കാം. റേഞ്ചൊക്കെ വളരെ സിമ്പിളാട്ടോ, ഇതൊക്കെ ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടില്ലാത്ത സാധനങ്ങളാണ്. Definition: range is the difference between the greatest and the smallest of the given values. അപ്പോൾ ഗ്രേറ്റസ്റ്റ് വാല്യൂവും സ്മോളസ്റ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച്. എപ്പോൾ
നമുക്ക് വാല്യൂസ് മാത്രം തന്നിട്ടുള്ളത്, അതായത് റോ ഡാറ്റ തന്നിക്കുകയാണെങ്കിൽ. ഇപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ തരികയാണെങ്കിൽ നമ്മൾ അതിനെ വേറെ രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇൻ സിമ്പിൾസ് റേഞ്ച് ഈക്വൽ ടു എൽ മൈനസ് എസ്, റേഞ്ചിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം, എൽ മൈനസ് എസ്, വെർ എൽ ഈസ് ദ ഗ്രേറ്റസ്റ്റ് വാല്യൂ ആൻഡ് എസ് ഈസ് ദ സ്മോളസ്റ്റ് വാല്യൂ. There may not be any difficulty in identifying L and S whenever actual values are given, അല്ലേ? അതായത് റോ ഡാറ്റ തന്നാൽ നമുക്ക് എല്ലും എസും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. In the case of class intervals, S is the lower boundary of the lowest class and L is the upper boundary of the highest class. അപ്പോൾ ക്ലാസ് ഇൻ്റർവൽ ആണ് തന്നിട്ടുള്ളതെങ്കിൽ അവിടെ എല്ലും എസും എന്താവും? എൽ എന്ന് പറയണത് എസ് എന്ന് പറയണത് ലോവസ്റ്റ് ക്ലാസിൻ്റെ ലോവർ ബൗണ്ടറി, എൽ ഈസ് ദ അപ്പർ ബൗണ്ടറി ഓഫ് ദി ഹയസ്റ്റ് ക്ലാസ്, ഹയസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ബൗണ്ടറിനെയാണ് നമ്മൾ എൽ എന്ന് വിളിക്കുക. അങ്ങനത്തെ കേസിൽ നമ്മൾ റിലേറ്റീവ് മെഷറായിട്ടുള്ള അത് ആ ഒരു ഡിഫറൻസാണ് നമുക്ക് റേഞ്ച് വരിക. ഇനി ദ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ ഈസ് ഡിഫൈൻഡ് ആസ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ദ കറസ്പോണ്ടിങ് റിലേറ്റീവ് മെഷർ. അപ്പോൾ അവിടെ തമ്മിൽ റിലേറ്റീവ് ആയിട്ടുള്ള മെഷർ നമ്മൾ പറയും, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയും. ആ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എൽ മൈനസ് എസ് ബൈ എൽ പ്ലസ് എസ് ആണ്. ആ റിലേറ്റീവ് മെഷർ അല്ലെങ്കിൽ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയും. ഇത് ഈ കേസിൽ അതായത് നമുക്ക് എന്താ പറയുക, ക്ലാസ് ഇൻ്റർവെൽസ് തരുമ്പോഴും നമുക്ക് എൽ മൈനസ് എസ് തന്നെയാണ് റേഞ്ച് വരിക. പക്ഷെ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എൽ മൈനസ് എസ് ബൈ എൽ പ്ലസ് എസ് എന്ന് പറഞ്ഞ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ടാണ്. മനസ്സിലായോ? ഇനി നമുക്കതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. The price of a share for a 6-day week is fluctuated as follows. അപ്പോൾ നമ്മൾ നമുക്ക് ഒരു ഷെയറിൻ്റെ കുറേ വാല്യൂസാണ് തന്നിട്ടുള്ളത്. കാൽക്കുലേറ്റ് ദ റേഞ്ച് ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻറ്റ്, റേഞ്ചും അതിൻ്റെ കോഎഫിഷ്യൻറ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ റേഞ്ച് പറഞ്ഞാൽ എന്താ, എൽ മൈനസ് എസ്. എൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ലോവസ്റ്റ് 147 ആണ്, ഏറ്റവും ഹയസ്റ്റ് 162 ആണ്. എൽ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് അല്ല കേട്ടോ, എൽ ഫോർ ലോവസ്റ്റ് എന്നുള്ള ഒരു ഇത് വരികയാണ്. എൽ ലോവസ്റ്റ് അല്ല, ഹയസ്റ്റ് വാല്യൂ. എസ് ആണ് സ്മോൾ ലാർജ്, ആ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ എൽ എന്ന് പറഞ്ഞത് 165 ആൻഡ് എസ് ഈക്വൽ 147, അവർ തമ്മിൽ ഡിഫറൻസ് 18. അപ്പോൾ അതാണ് ആ ഒരു ആവറേജ് എന്നുള്ള ആ ഒരു വ്യതിയാനം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്, റേഞ്ച് എന്ന് പറയുന്നത്, ആ ഒരു റേഞ്ച്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് എൽ മൈനസ് എസ് ബൈ എൽ പ്ലസ് എസ്. അപ്പോൾ അത് നമ്മൾ എല്ലും എസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് 0.0577 എന്ന് കിട്ടും. ഇനി കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇവിടെയും കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്ലാസ് ആണ് തന്നിട്ട്, അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ക്ലാസ് ഏതാണ്, 50 to 60, അതിൻ്റെ അപ്പർ ബൗണ്ട് ഏതാണ്, 60, അതാണ് എല്ല് വരിക. ലോവസ്റ്റ് ക്ലാസ് 10 to 20 ആണ്, അതിൻ്റെ ലോവർ ബൗണ്ട് ഏതാണ്, 10 ആണ്, അതാണ് എസ് വരിക. അത് തമ്മിലുള്ള ഡിഫറൻസും പ്ലസും കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കിട്ടും 0.7143. ഇനിയിപ്പോൾ റേഞ്ച് ചോദിച്ചിട്ടാണെങ്കിൽ എൽ മൈനസ് എസ് കാണും, ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിച്ചാൽ മതി. ഇനി അടുത്തത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് പറയുന്നത്. ഈ ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ ഫോർമുല മാത്രമേ പറയുന്നുള്ളൂ, കാരണം അതിൽ നമ്മൾ ആ ഫോർമുലയിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഫോട്ടോസായിട്ട് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ അതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഇതിൻ്റെ ഇതെന്താ വെച്ചാൽ, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഹാഫ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടൈൽസ്. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടൈൽ തേർഡ് ക്വാർട്ടൈലൊക്കെ കാണേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് കണ്ടിട്ട് ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇൻ സിമ്പിൾസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് Q3 മൈനസ് Q1/2. അപ്പോൾ Q3 എന്താണ്, തേർഡ് ക്വാർട്ടൈൽ, Q1 എന്താണ്, ഫസ്റ്റ് ക്വാർട്ടൈൽ. QD എന്ന് പറയുന്നത് ഈസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഒരു അബ്രിവിയേഷനാണ്. എമംഗ് ദ ക്വാർട്ടൈൽസ്, ഇപ്പോൾ നമുക്ക് Q1, Q2, Q3 3 ക്വാർട്ടൈൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേഞ്ച് കാണാൻ വേണ്ടിയിട്ട് Q3 മൈനസ് Q1 ചെയ്താലും മതി. പക്ഷേ റേഞ്ച് കാണാൻ നമുക്ക് ആയിരിക്കും എളുപ്പം എൽ മൈനസ് എസ് ആണ് അല്ലേ, Q3 മൈനസ് Q1 എളുപ്പം അതാണ്. അപ്പോൾ നമുക്കത് ചെയ്താൽ മതി. അപ്പോൾ റേഞ്ച് Q3 മൈനസ് Q1 ആണ്, അങ്ങനെയും ചെയ്യാം. ഇനി ഈ Q3 മൈനസ് Q1 ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നാണ് വിളിക്കുക. പിന്നെ ക്വാർട്ടൈൽ ഡീവിയേഷനെ സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നും വിളിക്കും. Q3 മൈനസ് Q1 അങ്ങനെയും വിളിക്കാറുണ്ട്. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 മൈനസ് Q1/2. ആ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷന് Q3 മൈനസ് Q1/Q3 പ്ലസ് Q1. അപ്പോൾ ഈ രണ്ട് ഫോർമുലയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്.
ടോട്ടൽ ഡീവിയേഷൻ Q3 മൈനസ് Q1/2, മറ്റേത് Q3 മൈനസ് Q1/Q3 പ്ലസ് Q1. ദിസ് ഈസ് ആൾസോ കോൾഡ് ക്വാർട്ടൈൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പേർഷൻ എന്നും വിളിക്കും ഇതിനെ. കോഎഫിഷ്യൻ്റ് ഓഫ് ടോട്ടൽ ഡീവിയേഷനെ ക്വാർട്ടൈൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പേർഷൻ എന്ന് വിളിക്കും. അപ്പോൾ അത് എന്താ വെച്ചാൽ നമ്മളിതിന് കൂടുതൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. കൂടുതൽ എക്സാമ്പിൾസിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി Q3 Q1 പഠിച്ചതാണ്. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ എന്താണെന്ന് അറിയാം, വീഡിയോ കാണേക്കാണ്ട് നിങ്ങൾ നോട്ട്സ് ആകുമ്പോൾ അതാണ് നല്ലത്. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഫൈൻഡ് ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫോർ ദ ഫോളോയിങ്. 391 ഒരു ഡാറ്റ തന്നിട്ടുണ്ട്, അതിൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല Q3 മൈനസ് Q1/2 ആണ്. അപ്പോൾ Q3 Q1 ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ പൊസിഷൻ ഓഫ് Q1 എന്തേനു n+1/4 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ n 10 ആണ്. അപ്പോൾ ഇത് 2.75 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതുണ്ടാവുകൊണ്ട് 75 എന്നുള്ള ഒരു ഡെസിമൽ പോയിൻ്റ് അവിടെ ഉണ്ടാവുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 2ൻ്റെ തേർഡ് പൊസിഷനിൽ നിൽക്കുന്നത് ഏതാണ്, ഇതിനാദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് ആദ്യം സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് 391 പ്ലസ് ആ ഒരു ഡെസിമൽ പാർട്ട്, പിന്നെ തേർഡ് പൊസിഷനിൽ നിൽക്കുന്നത് 407 മൈനസ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് 391. അപ്പോൾ നമുക്ക് 403 എന്ന് കിട്ടി. അതുപോലെ പൊസിഷൻ ഓഫ് Q3 പറയുന്നത് 3n+1/4 ആണ്. അത് 8.25 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 8th പൊസിഷനിൽ നിൽക്കുന്നത് 777 പ്ലസ് ഈ ഒരു ഡെസിമൽ പോയിൻറ്റ് 0.25 ആൻഡ് 9th പൊസിഷനിൽ 490 മൈനസ് പിന്നെ 8th പൊസിഷനിൽ 777. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 955.25. അപ്പോൾ നമുക്ക് ഇപ്പോൾ Q1 Q3 കിട്ടി. അപ്പോൾ ക്വാർട്ടർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് /2. അപ്പോൾ 276.125. അപ്പോൾ ഇത് നമുക്ക് ഫോർമുല അറിഞ്ഞിരുന്നാൽ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് കൂടുതൽ എക്സാമ്പിൾസ് ഇതിൽ ചെയ്യുന്നില്ല, ഞാൻ അതിൻ്റെ നോട്ട്സ് സെൻഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.